നേത്രപടലത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ നേത്രപടലത്തിൽ നീർക്കെട്ടുണ്ടാക്കുകയും അങ്ങനെ കാഴ്ചയിൽ മങ്ങലുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. പ്രമേഹം, കണ്ണിനകത്തെ ഞരമ്പിലെ രക്തക്കുഴലുകളിലുള്ള ബ്ലോക്ക്, അല്ലെങ്കിൽ പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള രക്തക്കുഴലുകളുടെ വളർച്ച, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണിനകത്തേക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻസ്, ലേസർ ട്രീറ്റ്മെന്റ്, അതുപോലെ തുള്ളിമരുന്ന്, ഇതൊക്കെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ പെടുന്നു. ഇതിൽ ഏത് ട്രീറ്റ്മെന്റ് വേണം എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത് ഓരോ രോഗിയുടെയും രോഗമനുസരിച്ചും രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ടുമാണ്. കൂടുതലായിട്ടും കണ്ണിനകത്തേക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആണ് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് ആന്റിബയോട്ടിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നും രണ്ട് സ്റ്റിറോയിഡ് മരുന്നുകളും. ഇതിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മിക്കവാറും ഡോക്ടേഴ്സ് ചൂസ് ചെയ്യുക ആന്റിബയോട്ടിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. ഇതിന്റെ കാരണം ഇതിന് സ്റ്റിറോയിഡ് മരുന്നുകളെ വെച്ച് നോക്കുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് ആണ്. അതായത് സ്റ്റിറോയിഡ് മരുന്നുകളെ വെച്ച് നോക്കുമ്പോൾ ആന്റിബയോട്ടിക് മരുന്നുകൾക്ക് കോസ്റ്റ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏത് മരുന്ന് ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക ഓരോ രോഗിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സ് അനുസരിച്ചിട്ടും രോഗിക്ക് എത്രത്തോളം ചെലവ് താങ്ങാൻ സാധിക്കും എന്നുള്ളതും അനുസരിച്ചിട്ടാണ്. ഇനി നമ്മൾ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഉണ്ടാകാറുള്ള ചില സംശയങ്ങളുണ്ട്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം.